ഹലോ ഗായ്സ്, അപ്പോൾ ഉത്സവത്തിൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കുറച്ച് സമയം എടുത്തോട്ടോ. വേറൊന്നുമല്ല, ലേശം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ അനിയത്തിൻ്റെ കോസ്റ്റ്യൂം അതാണ്. അതിൻ്റെ നേരെ കളർ ചേഞ്ചാണ് മറ്റേ അനിയത്തിൻ്റെ കോസ്റ്റ്യൂം. നമ്മൾ ഈ ഉത്സവത്തിനാണ് ഒരുപാട് വെറൈറ്റി ഡ്രസ്സൊക്കെ എടുക്കുക കേട്ടോ. എത്രത്തോളം നമുക്ക് ഒരുങ്ങാൻ പറ്റും അത്രത്തോളം മാക്സിമം ഒരുങ്ങുന്നത് നമ്മൾ ഈ ഉത്സവത്തിനാണ് കേട്ടോ. വിഷുവോ ഓണോ ഒന്നുമല്ല, ഡ്രസ്സിൻ്റെ കാര്യത്തിലെല്ലാം ആയാലും നമുക്ക് ഉത്സവമാണ് കേട്ടോ മസ്റ്റ്. ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നാട്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒപ്പരം പഠിച്ചവരെയും അതുപോലെ വിദേശത്ത് പോയവരെ കുറേ ബന്ധുക്കളൊക്കെ കാണാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് കേട്ടോ. അങ്ങനെ ആയത് ലാസ്റ്റ് തെയ്യം എന്ന് പറയുന്നത് ധൂമാവതിയും വേറൊരു തെയ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ തെയ്യം വരുന്നത് പന്നിയിലാണ് കേട്ടോ. പന്നിയാണ് തെയ്യത്തിൻ്റെ രഥം. അതുപോലെ മറ്റു തെയ്യത്തിൻ്റെ ആദ്യത്തെ തെയ്യത്തിൻ്റെയും രണ്ടാമത്തെ തെയ്യത്തിൻ്റെ, അതായത് കിഞ്ഞുമാണിയും പൂമാണിയും, ആ തെയ്യത്തിൻ്റെ രഥം എന്ന് പറയുന്നത് കുതിരവണ്ടിയാണ്. പിന്നെ കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ തെയ്യത്തിന് കലശം ഉണ്ടാവും. മുന്നേ നമ്മളെ കുട്ടിക്കാലത്തെല്ലാം ഈ തെയ്യത്തിനെ കാണാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മുഖം വെച്ച് വരുന്ന സമയത്ത് എത്രയോ പ്രാവശ്യം ആടുന്ന് എണീറ്റിട്ട് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. നല്ലോണം ഇങ്ങനെ പേടിപ്പിക്കും പോലെ. ശരിക്കും അതെല്ലാം ഒരു ഓർമ്മയാണ് കേട്ടോ. അങ്ങനെ ഉത്സവത്തിന് ഒരുപാട് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു. ചൂടൊന്നും ഒരു ബാധകമല്ല കേട്ടോ. അതൊന്നും നമുക്കൊരു പ്രശ്നവുമില്ല. ചൂടൊന്നും ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ നിവൂട്ടനും ഇവാനിയെല്ലാം മുമ്പിൽ പോയിട്ട് ഇരുത്തിന്. അവർക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. അമ്മയ്ക്ക് കുറച്ച് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. നമുക്ക് തീർച്ചയായും ചെറിയൊരു ഭയം, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. തീ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ ഞാൻ എഴുന്നേറ്റു. ആ സമയത്താണ് തീരിൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കി, പക്ഷെ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നേരെ കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കൊട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഇരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ബന്ധുക്കളായിട്ട് വർത്തമാനം പറയലും. ഇത് വൈകുന്നേരത്തെ തെയ്യം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉച്ചഭക്ഷണം കഴിച്ചു. ഉച്ചഭക്ഷണത്തിൽ നല്ല സാമ്പാറും ചോറും പായസവും എല്ലാം ഉണ്ടാവും. 3 ദിവസം പായസവും സാമ്പാറും ചോറും എല്ലാം. ഓരോ ദിവസം ഓരോ തരം പായസങ്ങളും കറിയും അങ്ങനെ എല്ലാം കേട്ടോ. ഇത് ലാസ്റ്റ് ഫൈനലായിട്ടുള്ള തെയ്യാണ്. അങ്ങനെ ഉത്സവം കഴിഞ്ഞു. പിന്നെ ഉത്സവം നിർത്തി തെയ്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് ഇങ്ങനെ ചന്തയിലൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നു. തൊട്ടിലാട്ടത്തിൽ കയറി. ഈ തൊട്ടിലാട്ടം ഞാൻ കണ്ടു നിൽക്കുകയില്ല കേട്ടോ. ആകാശത്തോണി എനിക്ക് കയറാൻ ഭയങ്കര പേടിയാണ്. കാരണം ചെറിയ സമയത്ത് ഞാനൊരു പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നെഞ്ചിരിപ്പ് കൊണ്ട് ഞാൻ പിന്നെ കയറില്ലെന്ന് അന്നേരം ശബ്ദം ചെയ്തതാണ്. അമ്മച്ചും അമ്മേരൊപ്പരം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക്, അതായത് കൊട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.